ഹായ് ഹലോ ഇനി നമ്മളൊരു ലോങ് ജേണിയാണ്. ഒരു 100-150 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ബുള്ളറ്റിൽ. പോകുന്നത് നമ്മൾ പത്തനംതിട്ടയ്ക്കാണ്. ഇപ്പോൾ പത്തനംതിട്ടയെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ബഹ്റിനുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഫാമിലി ഫ്രണ്ട് ശ്രീയേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ദീപു ചേട്ടൻ്റെ ഫാമിലി കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു ലോങ് ഡ്രൈവായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേനും 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത ശേഷം അവിടെ എത്തിയത് കേട്ടോ. നല്ല കിടിലനൊരു വീടാണ്. ചെന്ന് കയറി നമ്മൾ 4ാമത്തെ നിലയിലാണ്. താപ്പോട്ട് നോക്കിയപ്പോൾ ഞാൻ അന്തം വിട്ടൊരു കൊക്ക പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീടിൻ്റെ ബാക്ക് വശത്തുള്ള വ്യൂ ആണ് കേട്ടോ. അതിവിടെ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന നല്ല കിടിലൻ വ്യൂ ഉള്ളൊരു വീടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ വീട് കാണുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ടിനെ കണ്ട സന്തോഷമാണ് കേട്ടോ ശ്രീയേട്ടൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ദീപു ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ, രശ്മി ചേച്ചി. ഭയങ്കര ജോളി ഹാപ്പി കപ്പിളാണ് കേട്ടോ ഇവർ നമുക്ക് 10-12 വർഷത്തോളം ഉള്ള പരിചയമാണുള്ളത് കേട്ടോ. ഇവിടെ ഞാൻ ചെന്നപ്പോൾ തൊട്ട് തുടങ്ങിയ കുറയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലഞ്ച് കഴിച്ചു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ. ദീപു ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ, ഭയങ്കര സ്വീറ്റായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. തിരിച്ച് വന്നപ്പോഴാണ് സമാധാനമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള കടമ്മിനിട്ട ദേവി ക്ഷേത്രമുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് കിടിലൻ പള്ളിയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര വ്യൂ. നമ്മൾ ഈ കൊടൈക്കനാലിലോ വാഗമണിലൊക്കെ പോകുന്നതിനൊക്കെ സൈഡ് വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന മലകളും കുന്നും കാടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം. നമ്മളെ പത്തനംതിട്ട ഹൈ റേഞ്ച് ഏരിയയാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു കടമ്മനിട്ട ദേവി ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള അമ്പലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കിടിലൻ യാത്രയായിരുന്നു കേട്ടോ. ഭയങ്കര തിരിച്ചുള്ള യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ ഭംഗിയുള്ള യാത്രയായിരുന്നു. അങ്ങോട്ട് നമ്മൾ ധൃതി പിടിച്ച് ഓടുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ റോഡൊക്കെ കണ്ട റോഡിലൊന്നും ആരുമില്ലെന്ന് തോന്നുന്നു. കുറേ ദൂരം ഇങ്ങനെ ആരുമില്ല നമ്മൾ യാത്ര ചെയ്ത് തിരിച്ച് വരുന്ന വഴിക്കത് ഗോവം പള്ളിയൊക്കെ തോന്നുന്ന കണക്ക് രീതിയിലുള്ള കിടിലൻ ആർക്കിടെക്ചർ. ദീപചേട്ടൻ പറഞ്ഞു 2.5 കോടിയും കൊണ്ട് വെച്ച് നിർമ്മിച്ച പള്ളിയാണ്. എൻ്റെ പേരൊന്നും എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല, പക്ഷേ നല്ല കിടിലൻ ഒരു പള്ളിയായിരുന്നു. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതിനൊന്ന് ക്യാപ്ചർ ചെയ്ത് എടുത്ത വണ്ടിയിലിരുന്ന്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടൊക്കെ യാത്ര ചെയ്ത് ചായ കുടിച്ച് റിഫ്രഷ്ഡ് ആയിട്ടൊക്കെ യാത്ര ചെയ്യണം. 150 കിലോമീറ്റർ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബോഡി പെയിനൊന്നും ഉണ്ടാവേണ്ട, നടുവേദനയൊന്നും ഉണ്ടാവേണ്ടെന്ന് കരുതി നമ്മൾ നിർത്തി യാത്ര ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ തിരിച്ച് വന്ന ഉടനെ നമ്മൾ പിള്ളേർക്ക് മിഠായിയൊന്നും ഇല്ലാതെ ചെന്നാൽ പിന്നെ പിണക്കാവും. അതുകൊണ്ട് തന്നെ കല്ലവാക്കം വന്ന് നമ്മുടെ സ്ഥിരം അപ്സര ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സും പഫ്സും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അങ്ങ് വീട്ടിലേക്ക് വെച്ച് വിട്ടു. അപ്പോൾ ഒരു ലോങ് ഡ്രൈവിന് ശേഷം വീട്ടിൽ ചെയ്തപ്പോൾ എന്തൊരു സമാധാനമാണെന്ന് അറിയുമ്പോൾ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.